മാസപ്പടി വിവാദത്തിൽ മുഖ്യന്റെ മകൾ വീണ വിജയന് മുകളിലുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. CMRL കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIയുടെ റെയ്ഡിൽ ലഭിച്ചത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴികളുമായിരുന്നു. CMRLന്റെ ആലുവയിലെ ഓഫീസിൽ ഇന്നും പരിശോധന തുടരുന്ന സാഹചര്യത്തിൽ വീണയും പിണറായിയും കൂടുതൽ വിയർക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഇതെല്ലാം വിലയിരുത്തിയാകും SFIO അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും. മാസപ്പടിയിൽ അന്വേഷണത്തിൽ വീണയെയും CMRL ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ്. IT സേവനത്തിന്റെ പേരിൽ 1.72 കോടി രൂപ CMRL വീണയുടെ കമ്പനിക്ക് നൽകിയതാണ് വിവാദമായത്. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറിയത്. SFIO റെയ്ഡിനെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. 5.5 മണിക്കൂർ സമയം SFIO സംഘം CMRLിലുണ്ടായിരുന്നു. സേവനമൊന്നും നൽകാതെ എക്സാലോജി കമ്പനിക്ക് CMRL പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് SFIO പരിശോധിക്കുന്നത്. CMRL, എക്സാലോജിക്ക്, KSIDC എന്നിവയ്ക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് SFIO ആരംഭിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഇന്ററസ്റ്റ് സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ CMRL കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി SFIO ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, മുപ്പത്തിടത്തെ ഫാക്ടറി എന്നിവിടങ്ങളിൽ ഇന്നലെ തുടങ്ങിയത്. CMRL ഉടമ കർത്തയെയും ചോദ്യം ചെയ്യും. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കൂ. ആദായ നികുതി വകുപ്പിന് CMRL കമ്പനി സമർപ്പിച്ച കണക്ക് പ്രകാരം 2016 മാർച്ച് 31-ന് 772.44 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന കമ്പനി 2023 മാർച്ച് 31-ന് 7336.82 ലക്ഷം രൂപയുടെ അറ്റാദായം നേടി. ഈ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളാണ് SFIO പ്രധാനമായും പരിശോധിക്കുക. CMRLലെ റെയ്ഡ് അതിനിർണായകമാണ്. സംസ്ഥാന സർക്കാർ ഭരണതലത്തിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത്. ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറിയത്. ആലുവയിലെ റെയ്ഡ് കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇനി മാസപ്പടി വിഷയത്തിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ ദൂരം കുറച്ചുകൂടി കുറയും.